വ്യൂവേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പാഠമാണ് ഏത്? കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. ആരാ എഴുതിയത്? നമ്മുടെ കൊതിയൻ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. MR രേണുകുമാർ ആണ്. ഈ ഒരു പാഠഭാഗത്തിൽ സ്വതവേ എന്താണ് എല്ലാവരും പറയാറുള്ളത്? താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിതങ്ങളൊന്നും എവിടെയും ചിത്രീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഈ ഒരു കവിതയിലൂടെ രേണുകുമാർ പറയുന്നത് നമ്മൾ ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, ആ മുന്നേറ്റത്തെക്കുറിച്ചും ആ മാറ്റത്തെക്കുറിച്ചും ഇനി ആരും പറയണ്ട, ഞാൻ എൻ്റെ കവിതയിലൂടെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കവിതയാണ് ഏത്? നമ്മുടെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. ഇവിടെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ, അതായത് അറിവിലൂടെയും തങ്ങളുടെ അവകാശങ്ങളുടെ ബോധത്തിൽ അല്ലെ, ഇത്തരത്തിൽ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള ജനതകളായിട്ട് അല്ലെങ്കിൽ ജനതയായിട്ട് താഴേക്കിടയിലുള്ള ആളുകൾ വളർന്നു വന്നതും അവരെന്ത് ചെയ്തു? തങ്ങളുടെ സമൂഹം അല്ലെ ഒരു അടിച്ചു തളിച്ച് ശുദ്ധിയാക്കി, അല്ലെങ്കിൽ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നതൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് സമരങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ഒക്കെ അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെയാണ് ഇവിടെ ഈ ഒരു കവിതയിൽ നമ്മുടെ MR രേണുകുമാർ വ്യക്തമാക്കുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം. ഇവിടെ തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് വെടിപ്പായ മുറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ നമ്മുടെ സമരങ്ങൾ, അതുപോലെ തന്നെ കുറെ പ്രതിഷേധങ്ങൾ അല്ലെ, നിരാഹാര സമരങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങളിലൂടെ നമ്മൾ എന്തുണ്ടാക്കി അല്ലെ, വെടിപ്പായിട്ടുള്ള ഒരു മുറ്റം അല്ലെ, ഒരു പുത്തൻ സമൂഹം അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി ഇത്തരം സമരങ്ങളിലൂടെ, അറിവുകളിലൂടെ അല്ലെ, അവരെ പ്രതിഷേധിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഇത്തരം താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി. അതാണ് പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത് അല്ലെ. മുറ്റത്തിനതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കുന്ന ഇലഞ്ഞിമരം. അപ്പം ഇലഞ്ഞിമരം ഒക്കെ അതിര് കാത്ത് നിൽക്കുന്ന ഇലഞ്ഞിമരത്തിൽ പോലും ആ ഒരു സന്തോഷം കാണാം അല്ലെ. ഒരു പുതിയ ജീവിതമാണ് നമ്മുടെ എല്ലാ ആളുകൾക്കിടയിലും ഉണ്ടായത്. കാരണം അവിടെ വേർതിരിവുകളില്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എല്ലാവർക്കും ജോലി, പട്ടിണിയില്ലാത്തൊരു ജീവിതം, ഇങ്ങനെ അവരുടെ പ്രതിഷേധങ്ങളിലൂടെയും അതുപോലെ തന്നെ അവരുടെ സമരമുറകളിലൂടെയും ഒക്കെ അവർ നേടിയെടുത്തു. അതിൻ്റെ ഒരു വെളിച്ചം ആ ഒരു മുറ്റത്ത് നിൽക്കുന്ന ഇലഞ്ഞി മരത്തിൽ പോലും കാണാമായിരുന്നു. കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ. കറുത്ത കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ ഒരു പ്രതിനിധികളാണ് ഈ കറുത്ത കുഞ്ഞ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ്? കുളിച്ച് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. സ്വതവേ അവർക്ക് പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് കരഞ്ഞൊലിപ്പിച്ച് അല്ലെ മൂക്കളെ കാണിച്ച് ഇരുന്നിരുന്ന ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കുളിച്ച് വൃത്തിയായി അല്ലെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം മാറിക്കഴിഞ്ഞു അല്ലെ. അതുപോലെ തന്നെ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും. അപ്പൊ സ്വതവേ പൂപ്പല് പിടിച്ച് അല്ലെ അരി വെക്കാനൊന്നുമില്ലാതെ, വീട്ടിലൊന്നുമില്ലാതെ അതൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടതായിരുന്നു. അതൊക്കെ അല്ലെ മുറ്റത്ത് കഴുകാനിട്ട് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ പട്ടിണി മാറി, ദാരിദ്ര്യം മാറി, അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി അല്ലെ, അവരുടെ പട്ടിണിക്കൊക്കെ ഒരു അറുതി വന്നു എന്നതൊക്കെയാണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമോ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ, കാണുന്നിടത്തൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അറിവുകൾ ആർജിച്ച് അവർ സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? എഴുത്തുകാരൻ പറയുന്നത്. വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്. അങ്ങനെ സ്വതവേ പണിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ ഈ അടിയാളന്മാർ എന്നറിയപ്പെടുന്ന ജന്മിമാരുടെ ഈ കൃഷിഭൂമിയിൽ അല്ലെ രാവന്തിയോളം പണിയെടുക്കുന്ന ഈ കർഷകർക്ക് എന്നും പട്ടിണി മാത്രമാണ് ബാക്കിയാവാറ്. അപ്പൊ അവര് വേലയ്ക്ക് ഇറങ്ങിയിട്ട് വേല കയറി ചെന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇത് അവരുടെ സമരങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്.
രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. സ്വതവേ എന്താണ്, അവർക്ക് നെല്ല് കൂലിയായിട്ട് കൊടുക്കാറില്ല ജന്മിമാർ അല്ലെ, അതും പൂഴ്ത്തി വെച്ചെന്താണ് കരിഞ്ചന്തയിലൊക്കെ വിൽക്കാറാണ് അല്ലെ, മറിച്ച് വിൽക്കാറാണ് ജന്മിമാർ ചെയ്യാറ്. ഇങ്ങനെ അവർ പ്രതിഷേധിച്ച് തങ്ങൾക്ക് നെല്ല് തന്നെ കൂലിയായിട്ട് വേണം, നിങ്ങൾ തരുന്ന തുച്ഛമായിട്ടുള്ള കൂലി വേണ്ട, ഞങ്ങൾക്ക് നെല്ല് മതി, ഞങ്ങൾക്ക് പട്ടിണി മാറണമെങ്കിൽ നെല്ല് വേണം എന്ന് അവർ വാദിച്ച് നെല്ല് എന്ത് ചെയ്തു, കൂലിയായിട്ട് വാങ്ങി. അവരുടെ സമരത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് അവരുടെ മടിശീലയിലെ ആ നെല്ല് എന്ന് പറയുന്നത്. അവർ വാദിച്ച് വാങ്ങിയതാണ്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്താണ് ജന്മിമാരോട് പ്രതിഷേധിച്ചിട്ടാണ് ആ കൂലി നെല്ല് വാങ്ങിയത്. അങ്ങനെ ആ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് അല്ലെ, ആ നെല്ലുമായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു അല്ലെ. അവരുടെ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നിട്ടോ ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? അപ്പൊ ഈ ഇവിടെ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തെയാണ്. ഈ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് എന്താണ് വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ആ വേർതിരിവുകളൊക്കെ ആരാണ് ഇല്ലാതാക്കിയത്? അതാരാണ്? അതായത് ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ തങ്ങളുടെ അവകാശങ്ങളും അവരുടെ എന്താണ് സ്വത്വബോധവും ഒക്കെ തന്നെയാണ് എന്താണ് ഇത്തരത്തിലൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കാരണമായത്. ആരാണിങ്ങനെ എന്താണ് മണ്ണിൽ പുരണ്ട് മൂക്കട്ട ഒലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കി മാറ്റിയത്? അങ്ങനെ പട്ടിണിയും അല്ലെ വിശപ്പും ഒക്കെ ആയിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തിപ്പോൾ ഒരു പുഞ്ചിരി തൂകാൻ കാരണം ആയത് ആരാണ്? അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ കാരണം ആയത് ആരാണ്? ഇതൊക്കെ എന്താണ് ഇവരുടെ പ്രതിഷേധങ്ങളിലൂടെയും സമരമുറകളിലൂടെയും ഒക്കെ അവർ നേടിയെടുത്തത് തന്നെയാണ്. ഇങ്ങനെ കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ. അപ്പൊ അറിവ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു അറിവ് എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തെയും എന്താണ് മാറ്റിമറിക്കും എന്ന് പറയുന്ന ഒരു എന്താ പറയുക പാഠഭാഗമാണ് നമ്മുടെ കാണുന്നുണ്ട് ഇങ്ങനെ അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. വരികളുടെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് സമൂഹത്തിൽ ഇത്തരം താഴേക്കിടയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവിതത്തിൽ വന്നൊരു മാറ്റത്തെ കുറിച്ചാണ് കവിത സൂചിപ്പിക്കുന്നത്. വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആശയം നോക്കാം. MR രേണുകുമാറിന്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത ദളിത് പ്രതിനിധാനത്തിൽ സാഹിത്യത്തിലും ജീവിതത്തിലും വന്ന മാറ്റങ്ങളെയാണ് അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന കൃതിയാണ്. പൊയ്കയിൽ അപ്പച്ചന്റെ പ്രസിദ്ധമായിട്ടുള്ള വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന ഈ കവിത അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തെ സൂക്ഷ്മതലത്തിൽ അവതരിപ്പിക്കുന്നു. കവിത ആരംഭിക്കുന്നത് ഒരു ഗ്രാമീണ ദൃശ്യത്തിന്റെ വിവരണത്തിലൂടെയാണ്. തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം എന്ന വരികൾ വൃത്തിയും അന്തസ്സും നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിനെ സൂചിപ്പിക്കുന്നു. മുറ്റത്തിന്റെ അതിരിൽ നിന്നും പൊട്ടിച്ചിരിക്കുന്ന ഇലഞ്ഞിമരവും കുളിച്ചു വൃത്തിയായി ഇറയത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും ഈ പരിവർത്തനത്തിന്റെ പ്രതീകങ്ങളാണ്. പഴയ കാലത്തെ ദളിത് ജീവിതത്തിന്റെ അടയാളങ്ങളായിട്ടുള്ള മെഴുക്കു പുരണ്ട കഞ്ഞിക്കലവും കറിച്ചട്ടികളും ഇപ്പോൾ വെയിലത്ത് മിനുങ്ങുന്നു എന്നത് മാറ്റങ്ങളാണ് അല്ലെ, ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. രാവിലെ പണിക്കായി പോകുന്നപ്പോൾ കണ്ട വീടല്ല തിരിച്ചു വരുമ്പോൾ കാണുന്നത് അല്ലെ. വൃത്തിയും വെടിപ്പും അന്തസ്സും പ്രതീക്ഷയും ഭാവിയും തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമീണ ഗാർഹികതയുടെ സുരക്ഷിതമായിട്ടുള്ള ചിത്രമാണ് അവിടെ കവി കാണുന്നത്. മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചു എന്നും എങ്ങനെയാണ് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് കവിതയുടെ കാതൽ. ആരാണ് ഇങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് എന്ന ചോദ്യത്തിലൂടെ കവി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിന് വഴിതെളിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പങ്കിനെയാണ് കവി ഇവിടെ അംഗീകരിക്കുന്നത്. കവിതയുടെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ എന്ന വരികളിലൂടെ ദളിത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെയാണ് ഊന്നിപ്പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വന്തം ചരിത്രം കണ്ടെത്താനും സ്വത്വം വീണ്ടെടുക്കാനും കഴിയുന്നത്. അക്ഷരങ്ങൾ അവർക്ക് ശക്തിയും പ്രതീക്ഷയും നൽകുന്നു. അപ്പൊ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത ദളിത് ജീവിതത്തിന്റെയും സാമൂഹിക പരിവർത്തനങ്ങളുടെയും ഒരു യഥാർത്ഥ ചിത്രം തന്നെയാണ് വരച്ചു കാട്ടുന്നത്. ലളിതമായ ഭാഷയിലും ശക്തമായ ബിംബങ്ങളിലൂടെയും കവി ദളിത് വിഭാഗങ്ങൾ പ്രതീക്ഷയും അഭിലാഷം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളും വായനക്കാരിലേക്ക് എത്തിക്കുന്നു. ഇന്നും ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അസമത്വങ്ങളുടെയും വിവേചനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ കവിതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്നും ഈ ഒരു കവിതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. അപ്പൊ കവിതയുടെ ആശയവും അതുപോലെ തന്നെ കവിത എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.